രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി കൊടിയുടെ നിറം നോക്കാതെ പുത്തൻ വികസന സംസ്കാരം ഇവിടെ തെളിയിക്കുവാൻ, പുത്തൻ രാഷ്ട്രീയ സംസ്കാരം തിരിയിക്കുവാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്നെ അനുവദിക്കണം. അത് ഞാൻ പറയുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരെയും ഈ നാട്ടിലെ വികസന സ്വപ്നമുള്ളവരെയും എല്ലാം ഒരുമിച്ച് ചേർത്തുണ്ട്. ഈ നാട്ടിലെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി കൃത്യമായ വികസന രൂപരേഖ തയ്യാറാക്കി ഈ നാടിന് വേണ്ടിയിട്ട് നിയമസഭയിൽ വാദിക്കുവാനും അത് നേടിയെടുക്കുവാനും എനിക്ക് അതിനുള്ള കരുത്തുണ്ട് എന്ന് എനിക്ക് വിശ്വാസം. അതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാൻ ഉറപ്പ്. പ്രിയപ്പെട്ട എൻ്റെ ചിഹ്നം ഓട്ടോറിക്ഷയാണ്, സാധാരണക്കാരൻ്റെ വാഹനം. ഏത് അവസരത്തിലും ഏത് ദിവസവും ഏത് മണിക്കൂറിൽ വിളിച്ചാൽ അവർ ഓടിയെത്തും. നിങ്ങൾക്ക് ഞാൻ ഒരു റിപ്പോർട്ട് തരിക. ഞാൻ ഈ നാടിൻ്റെ ജനപ്രതിനിധിയായി മാറിയാൽ, നിങ്ങൾ എന്നെ അനുവദിച്ചാൽ, നിങ്ങൾക്ക് സംലഭ്യനായിട്ടുള്ള ഒരു ജനപ്രതിനിധിയായി നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും. മറ്റൊരു വാഗ്ദാനങ്ങൾ ബാക്കി എല്ലാം തെരഞ്ഞെടുപ്പിന് ശേഷം ഫലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്താൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ചർച്ച, നമ്മുടെ നാടിന്റെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് അങ്ങനെ തീരുമാനിക്കും. അവിടെ പ്രിയപ്പെട്ടവരെ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്നോ ഒന്നും ഉണ്ടാവില്ല. ഈ നാടിന്റെ വികസന സ്വപ്നമുള്ള ആളുകൾ കൃത്യമായി പറയുന്ന പദ്ധതികൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കും. ആദ്യത്തെ ഒരു മാസത്തെ എന്റെ പ്രവർത്തനം ഓരോ പഞ്ചായത്തിലും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിലും മിനിമം 2 ദിവസമെങ്കിലും നിങ്ങളുടെ ഒപ്പം ഇരുന്ന് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ കൈറ്റ് ബീച്ച് ഇവിടെയുണ്ട് അല്ലേ? എന്താണ് ഇതിന്റെ വികസനം വരുന്ന യാഥാർത്ഥ്യമാവാത്തത്? എന്തുകൊണ്ടാണ് അത് പുറകോട്ട് പോകുന്നത്? പ്രിയപ്പെട്ടവരെ, മറ്റൊന്നുമല്ല, ഇവിടെ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 10 വർഷം ഭരിക്കുക. പക്ഷേ ഒരു പ്രശ്നം എന്താണ്? ഇടതുപക്ഷ സർക്കാരിന്റെ MLA ആരാണ് ഇവിടെ? അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവരാണ്, അത് വ്യത്യാസമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കടമ്പകൾ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇവിടെ വികസനം യാഥാർത്ഥ്യമാകാത്തത്. നമുക്ക് ആവശ്യം എന്താണ്? അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറുന്ന രാഷ്ട്രീയമല്ല വേണ്ടത്. ഒരു നാടിന്റെ സ്വപ്നം എന്താണോ, ഒരു നാടിന്റെ വികസനം എന്താണോ, അതെന്താണോ നാട്ടുകാർ ആഗ്രഹിക്കുന്നത്, അത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള UDF സർക്കാർ അത് അധികാരത്തിൽ വരും. അപ്പോ തീർച്ചയായിട്ടും അത് നേടിയെടുക്കുവാൻ നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും. ഇതാണ് എൻ്റെ ഉറപ്പ്. പ്രിയപ്പെട്ടവർ, ഈ വൈകിയ വേളയിൽ നിങ്ങൾ നൽകിയ സ്നേഹോചരമായ സ്വീകരണത്തിന് കൃത്യമായ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഇന്നിവിടെ പൊട്ടിച്ച പടക്കം നമുക്ക് മെയ് 4-ാം തീയതി രാവോളം പൊട്ടിക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, UDF സർക്കാർ കേരളത്തിൽ അധികാരം വരുമ്പോൾ ഈ നാട്ടിൽ UDFന്റെ ജനപ്രതിനിധി ഉണ്ടാവണം. അതിനായി നമുക്ക് കാതോർക്കാം, അതിനായി നമുക്ക് കൈകോർക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF.